ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ 3 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു, ഒരമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് നാട്ടുകാരനെന്ന രീതിയിൽ ചേട്ടൻ പറയാനുള്ളത്? നാട്ടുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് വളരെ ദയനീയമായിട്ടുള്ള സംഭവമാണ് വന്നേക്കണേ. പത്രം എടുത്ത് നോക്കി തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്, സങ്കടമുണ്ട്. അതിൻ്റെ പേരിലും ആ ചെയ്ത കുറ്റവാളികൾക്ക് ശിക്ഷ തന്നെ നൽകണം. സംഭവിക്കുന്നത് രക്ഷപ്പെട്ടു പോരാനുള്ള പഴുതുകളുണ്ട്. അതുകൊണ്ടാണ് വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്താൽ ഇപ്പോൾ രാജാവായിട്ട് വാഴാം എന്നുള്ളൊരു വിചാരമുണ്ട് ഓരോ ക്രിമിനലുകളും. അതേപോലെ തന്നെയാണ് സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ക്രൈമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ പീനൽ കോഡ് തന്നെ ശരിയല്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ഇതിൻ്റെ പിറകിൽ മറ്റുള്ള മനുഷ്യരും ഉണ്ടാവും, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് നല്ല ചട്ടപ്രകാരം നടത്തി കഴിഞ്ഞാൽ ഈ ശിക്ഷയൊക്കെ ശരിക്കും പിടിക്കാനും പറ്റും. ശരിക്കും നിയമങ്ങൾ പണം കൊടുത്ത് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണോ സമൂഹം തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സമൂഹം തന്നെയാണ്. ഇതിൻ്റെ ഈ സമൂഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സൈഡ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ചില മനുഷ്യർ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ടാവും. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും കുറേ നാളുകൾക്ക് മുമ്പ് അന്യ സംസ്ഥാനത്തായിരുന്നു ഇത്രയും വലിയ ക്രൂരതകൾ നടന്നിരുന്നത്. ഇപ്പോൾ കേരളം അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കേരളം നമ്മുടെ ഒന്നാം നമ്പറായി. ഇപ്പോൾ ഒന്നാം നമ്പറായി, പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. എത്ര കൊലപാതകങ്ങൾ നടന്നു കൂടെ, എത്ര കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം അമ്മയടക്കമാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത്. വല്ല അനാഥാലയത്തിലോ എവിടെയെങ്കിലും ആ കുട്ടീനെ കൊണ്ടുവന്നാക്കായിരുന്നു, അതിന് സുഖമായിട്ട് ജീവിക്കായിരുന്നു. എന്തിനതിനെ വെറുതെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു? കുഞ്ഞുങ്ങളില്ലാതെ എത്ര പേരാണ് വഴിപാടുകളും അതിനോടൊപ്പം ചികിത്സകളായിട്ട് മുൻപോട്ട് വന്നത്. അതിനെക്കുറിച്ച് ഈ ഒരു കുട്ടിയെ കൊന്നതിന് ശേഷം എന്താണ് ചേട്ടൻ പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കുക, അതാണ് പറയാനുള്ളത്. 3 വയസ്സായ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്നതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ ഒരു പ്രതിഷേധം? എൻ്റെ പൊന്നി സ്നേഹിത, ഇതിങ്ങനെ പെറ്റോണ്ട് കാര്യമുണ്ടോ? അതിന് വളർത്താൻ പഠിക്കണം. വളർത്താൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പരസ്യമായിട്ട് പറയാം, ഈ കൊച്ചിനെ എന്നെ കൊണ്ട് വളർത്താൻ പറ്റില്ല, ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം എന്ന് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായി. അതിനങ്ങനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? വളരെ മോശമാണ്. പീഡിപ്പിച്ചായിട്ട് ന്യൂസ് കിട്ടിയ അതൊക്കെ ആ തള്ളയുടെ ഉദാസീനക്കുറവല്ലേ? തള്ള ശ്രദ്ധിക്കണ്ടേ പെൺകൊച്ചുങ്ങളാ? ആ തള്ളമാരെന്ന് പറയണത് വെറുതെ അങ്ങോട്ട് പിറാൻ വേണ്ടി മാത്രം നടന്നുകൊണ്ട് കാര്യമില്ല. അതിനെ വളർത്താനും നോക്കണം. വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് വല്ല അനാഥശാലയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എനിക്ക് ഇതിനെ വളർത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കണം. ജനങ്ങളുടെ മുമ്പിൽ പറയണം. അപ്പോൾ ആരെങ്കിലും അതിനെ ദത്തെടുത്ത് വളർത്തി അതിൻ്റെ ഭാവി ഉണ്ടാവും. ആ കൊച്ചല്ലേ അത്, അതിനെയൊക്കെ അങ്ങനെ കൊല്ലാൻ പാടില്ല. ഈ പെണ്ണുപിള്ളേനെ തന്നെ ഇപ്പം തന്നെ കൊന്നുകളയണം. ഈ ഒരു സമൂഹത്തിൽ വളരെയധികം വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത. സ്ത്രീകള് കേട്ടാൽ തന്നെ എന്ത് വിചാരിക്കും? പെണ്ണിന് ഒരു വിലയും കൽപ്പിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഈ പെണ്ണുപിള്ളേനെ ഇപ്പം തന്നെ കൊന്നുകളയണം, അല്ലാണ്ട് അതിന് ജീവിപ്പിക്കരുത്. അതിന് മാനസികമാണെന്നും പറഞ്ഞ് ഇറച്ചിയും ചോറും കൊടുത്ത് അവളെ വളർത്തരുത്. തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമം നടപ്പിലാക്കണം. കൊല്ലണീനെ അവരെയും കൊല്ലുന്നതാണ്. പിന്നെ അതിൻ്റെ പരമ്പര മുളക്കരുത്. ഇത് കുറ്റം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങൂലേ? ഈ വാസന അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ദയവുണ്ടായിട്ട് ഈ നിയമം നടപ്പിലാക്കണം. ശരിക്കും തൂക്കിക്കൊല്ലണം. അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് കുറേശ്ശെ കൊന്നാൽ മതി. ഒരു 2 മാസം കൊണ്ട് കുറേശ്ശെ കൊന്നു കളയണം. അതിനെ വളർത്തരുത്. അതിനെ വളർത്തിയാൽ പിന്നെ വരും തലമുറക്ക് വീണ്ടും കേടാണ്. അതുകൊണ്ട് ദയവുണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ നന്നായിരിക്കും.